ചോദ്യം പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ, ഭാര്യയും 2 മക്കളും ഒരു കൊച്ചു കുടുംബമാണ് സാർ. പിന്നെ ഞാൻ വീട്ടിൽ ഫാം നടത്തുമല്ലോ. ഞാനിപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി പോവാ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കടയിൽ നിന്ന് അവധിയാണെന്ന് പറഞ്ഞേക്കണം. ഓക്കെ, നിനക്ക് ഊണ് വേണ്ടല്ലോ? വേണ്ട, ഞാൻ ബാറ്ററിയിലാണല്ലോ ഓടുന്നത്. ഇന്നലെ ഉപയോഗിച്ചെടുത്ത ആളിലൊക്കെ എവിടെ വെച്ച് കാണിക്കും. ചുമ്മാ എവിടെ കയറി ചുമ്മാ കുത്തി കുത്തി ചോദിക്കല്ലേ. എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ആണ്ടാ, ഇന്നലെ ഉപയോഗിച്ചെടുത്ത എല്ലാ ആളും ഉണ്ട്. കണ്ടോ ഇയാള് ചളങ്ങിയിരിക്കുന്നത്? അയ്യോ, അതൊന്നും പറയണ്ട മാമ. ഇന്നലെ ഒരു വണ്ടി കള്ളു വെച്ചത്. ആ വണ്ടിയാണ് പഞ്ചർ വയലിൽ ഇയാള് മൊത്തം ചപ്പിപ്പോവുകയും ചെയ്ത്. എന്താ പറയാനെന്ന് പറ. അതേത് വണ്ടി? അയ്യോ, നമ്മുടെ നാട്ടിൽ എന്താ റോഡ് റോളർ എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ അച്ഛനെ കുറിച്ച് പറ. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഒരു 150 പേര് വരുമെന്നാണ് അമ്മ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ കുറച്ച് നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? 4 വലിച്ചു കീറും. 4 വലിച്ചു കീറിയിട്ട് അവിടെ ഉപ്പും കുരുമുളകും തേച്ചു. എന്നിട്ട് മഴക്കാലത്ത് നാം പൊരിച്ചു തിന്നും. നാം പൊണ്ണുപോലെ നോക്കും. പൊണ്ണുപോലെ നോക്കും ചേട്ടാ. പിന്നെ എന്റെ അണിയൻ ചോദിച്ചാ നാം കൊടുക്കും. അല്ലല്ല, നിയമം അനുസരിച്ച് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ആണോ? അങ്ങനെയാണ്, അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ അച്ഛനില്ല? അച്ഛൻ ഇല്ലെന്നല്ല, അമ്മയുടെ കൂടെയാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ATM കൗണ്ടറിൽ ചെന്നു. എന്റെ ATM കാർഡ് ഇട്ട് എന്റെ പിൻ നമ്പർ കുത്തി. അതിൽ നിന്ന് വരുന്ന പൈസ എനിക്കാണോ അവകാശം, ആ ATM മെഷീനാണോ അവകാശം? മണികുണ്ടേ, പരലോകത്തേക്ക് സ്വാഗതം. റേറ്റാണോ നീ തുറന്നിട്ടേക്കുന്നത്? ഹെഡ്ഫോൺ ചെവിയിലൊക്കെ. എന്നിട്ട് ഞാൻ പറയുന്ന സിനിമ പേര് എന്റെ ലിപ്പ് നോക്കി പറയുക. പഞ്ചവർണ്ണ തത്ത. അത് നിനക്ക് 15 തന്ത. വളരെ പാവമായിരുന്നു. എന്റെ അമ്മയുണ്ടല്ലോ, എന്നെ 18ാമത്തെ വയസ്സിലാണ് പ്രസവിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ? 18 ഗുണം 12 216 മാസത്തെ ഗർഭം. എനിക്കാണ് തന്ത പോലും ഇല്ലായിരുന്നു. മുതലാളി കട്ടപ്പാട് പറയുവാന്നോ അതോ അമ്മയെ കുറ്റം പറയുവാ? താങ്കളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഞാൻ വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു. പക്ഷെ പ്രൊഡ്യൂസറിനെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. നിർബന്ധിച്ചിട്ടാണ്? അതെ, ഞാനൊരു നാടൻ പെൺകുട്ടി ആയതുകൊണ്ടും കൂടെയാണ് വളരെ ഉപയോഗിക്കണം എന്ന് നിർബന്ധിച്ചിരുന്നു. എനിക്ക് പക്ഷെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. എന്ത്? ഡ്രസ്. സൂവിൽ വെള്ളപ്പൊക്കം. ഒരു ഭാര്യയും ഭർത്താവും ഒലിച്ചു പോകുന്നു വെള്ളത്തിൽ. നളിനി ലോഡ്ജിലും വെള്ളം കയറി. ചേട്ടൻ പ്ലെയിനിൽ കയറി എന്തോ ഒരു വിഷയം ഉണ്ടാക്കിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. എന്താണത്?
അത് പിന്നെ എന്റെ അടുത്തിരുന്ന ആൾക്ക് ചെറിയൊരു നെഞ്ചുവേന വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട നമ്മുടെ കടമയാണ്. അതെ അതെ അതെ. ഒരുത്തനും മൈൻഡ് ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോ ആരൂര് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട് ഓർന്നിട്ട് യവനെ അങ്ങ് തള്ളി. ആരൂര് ഹോസ്പിറ്റലിൽ തന്നെ വീണു. ചേട്ടാ അങ്ങനെയൊക്കെ പുള്ളി ചത്തുപോത്തില്ലേ? താൻ കണ്ടോ ചത്തുപോന്നെ? ചത്തുപോന്ന താൻ കണ്ടോ? എടോ ചത്തോ ജീവിച്ചോന്നറിയാൻ ആളെ കിട്ടണ്ടേ? ഇപ്പോഴും മിസ്സിംഗ്. തളർന്നു കിടക്കുന്ന നായകന്റെ അപ്പൂപ്പൻ, ചുറ്റും 8 മക്കൾ. എന്തസുഖം വന്ന് തളർന്നു കിടക്കുന്ന തളർവാദം. അവന് ഒരു കുരുവില്ല. അവന്റെ അടുത്ത് ആദ്യം അവിടെ നിന്ന് എണീക്കാൻ പറ. കള്ള അവനെയോട് അവന്റെ അയ്യോ, വളരെ വളരെ ദുർഘടമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു സിംഹവാലൻ കുരങ്ങ് ഒഴുകിപ്പോകുന്നു. ജീവന് വേണ്ടി അത് എന്നോട് കൈയും കാലും ഇട്ട് അടിച്ചു പറയുന്നു, എന്നെ രക്ഷിക്കൂ 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 എന്ന്. കേരളമേ, ക്യാമറ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ കാണാൻ സാധിക്കും. അത് എന്തൊക്കെ എന്നോട് പറയാൻ ശ്രമിക്കുന്നു. കൈയും കാലും ഇട്ടടിക്കുന്നു. ഇവിടെ എന്നാ മോനെ, അത് സിംഹവാലം കുരങ്ങൊന്നുമല്ല, പിന്നെ നിന്റെ നിഴല് വെള്ളത്തിൽ കാണാം.